ഇന്ന് വീട്ടിലില്ല, എന്ന് പുറത്താണ്. ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ വന്നതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിറങ്ങി, നല്ല ഷൂവും കാര്യങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ വന്നു. തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഹീലിംഗ് ഇല്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു കാര്യം. എൻ്റെ ഒരു അനുഭവമാണ്, നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ധരിച്ച് നമ്മൾ പുറത്തേക്ക് പോകുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം വലിച്ചു പറിച്ച് എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഉടുക്കുന്നതായ സാധാരണ ഒരു മുണ്ടോ അല്ലെങ്കിൽ ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ ട്രാക്ക് സ്യൂട്ടോ എന്തെങ്കിലും സാധനം എടുത്തിടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സേഷനിലേക്ക് പോവുകയാണ്. നമ്മളപ്പോഴാണ് നമ്മൾ ഒരു ഒറിജിനാലിറ്റി വരിക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുഖം. അതൊരു ഭയങ്കര ഫീലാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാനത് എപ്പോഴും അനുഭവിക്കാറുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ ഡ്രസ്സ് നല്ല പാൻറ്റും ഒക്കെ ഇട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെന്തോ ഒരു നാച്ചുറൽ അല്ലാതിരിക്കുന്നൊരു ഫീലാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, ഈ നമ്മൾ കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങൾ, ആർഭാടങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന ഓരോരോ കാര്യങ്ങളും എല്ലാം മായയാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലേ അതിനകത്ത് വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നത് ഡ്രസ്സൊന്നും ഇല്ലാതെ അല്ലേ നമ്മൾ ജനിച്ച് വീഴുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു തത്വമാണ് ആദ്യം കൂടി എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക. കാരണം അത് എപ്പോഴും ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ നോർമൽ സാധാരണ ഏറ്റവും വില വീട്ടിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പഴയ ഡ്രസ്സ് ഇട്ട് ഞാൻ ഇരിക്കുക. അതിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എനർജിയും കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ്. നല്ല ഡ്രസ്സുകളൊക്കെ എടുത്ത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മളെവിടെയോ പോകാൻ വേണ്ടി നിൽക്കുന്ന ഫീലിംഗ് വരികയും ചെയ്യും. അപ്പോൾ ആത്മീയതമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. സ്പിരിച്വാലിറ്റി ഇതുമായി എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത് എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി അറിവുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതും ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ.